ഹായ് ഗായ്സ്, എൻ്റെ പേര് മുഹമ്മദ് ഫസീൽ. ഞാനിവിടെ ഡോപ്പയിലെ മെൻറ്ററാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ ഫൈനൽ ലാപ്പിലുള്ള പ്രിപ്പറേഷനിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പം ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിറൻസിനും ഉണ്ടാകുന്ന കുറച്ച് ഡൗട്ട്സ് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത്, നമുക്കെല്ലാവർക്കും നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ്. നമുക്ക് ചില ചാപ്റ്റേഴ്സൊക്കെ നമ്മുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയാസ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ആ ചാപ്റ്റേഴ്സിനെ പറ്റിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സമയം ആ ചാപ്റ്ററിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അത് നമുക്ക് വീക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് സ്ട്രോങ് ഹോൾഡ് ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെയൊക്കെ നോക്കേണ്ടിയിരുന്ന ചാപ്റ്റേഴ്സിന് വേണ്ടിയുള്ള അതിന് അലോട്ട് ചെയ്ത സമയം കൂടെ ഈ ചാപ്റ്റേഴ്സ് കവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഒബ്സഷൻ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പം നമുക്കറിയുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഏരിയാസ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ശരിയാവും. അപ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഡോപ്പമിൻ സർജ് ശരിക്കും ഒരു ഫേക്ക് പ്ലഷർ ആണെന്ന് മനസ്സിലാക്കിയിട്ട്, കാരണം നമുക്ക് ഒരു ഏരിയ ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്ന ആളുകൾ ആരാണ് എന്നുള്ളതല്ല നീറ്റ് എക്സാം പരീക്ഷിക്കുന്നത്. അവർ നോക്കുന്നത് എല്ലാ ഏരിയാസിനെ പറ്റിയും എന്തെങ്കിലുമൊക്കെ ഒരു ജനറൽ ഐഡിയ എത്ര പേർക്കുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാറ്റിനെ പറ്റിയും നല്ല ഐഡിയ ഉള്ള ആളുകളെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ ഇപ്പം നമ്മൾ റേ ഓപ്റ്റിക്സ്, അല്ലെങ്കിൽ വേവ് ഓപ്റ്റിക്സ്, അല്ലെങ്കിൽ ഇപ്പം ബയോളജിയിലാണെങ്കിൽ ജെനറ്റിക്സ്, ഇതിനെ പറ്റിയൊക്കെ വളരെ ആഴത്തിൽ പഠിച്ച ഒരാളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരാൾക്ക് നീറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ അയാളുടെ വീക്ക് പോയിൻറ്റ്സ് ആണെങ്കിൽ ഈ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അയാൾ തെറ്റിക്കും. അപ്പം അങ്ങനെ ഒരു ചില ചാപ്റ്റേഴ്സിൽ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് കാര്യമില്ല. എല്ലാ ചാപ്റ്റേഴ്സിനെ പറ്റിയും ഒരു ജനറൽ ഐഡിയ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഈസി ചാപ്റ്റേഴ്സിനെ പറ്റിയുള്ള ഒബ്സഷൻ പരമാവധി ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കാം. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ ഇപ്പം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അവരുടെ വേറൊരു സംശയമാണ്, ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ വളരെ കുറവാണ്, മിക്കവാറും എല്ലാം ഹാർഡ് ചാപ്റ്റേഴ്സാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ബയോളജി മിക്കവാറും എല്ലാവർക്കും ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ബയോളജി മാക്സിമം റിവൈസ് ചെയ്യുക. ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിലും നമുക്ക് സ്ട്രോങ് ഹോൾഡ് ഉള്ള കുറച്ച് ഏരിയാസ് എങ്കിലും ഉണ്ടാവുമല്ലോ. ആ ഏരിയാസ് എല്ലാം ഫിസിക്സിലും അതെ, അങ്ങനെയുള്ള ഏരിയാസ് എല്ലാം ഫോക്കസ് ചെയ്ത് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യുക. ബാക്കിയുള്ള ഏരിയാസിലെല്ലാം ഒരു ജനറലായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ആ ഏരിയാസിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാതെ അതിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം സോൾവ് ചെയ്തിട്ട് നമുക്കറിയാവുന്ന കുറച്ച്, നമ്മൾ എന്തായാലും +2 2 കൊല്ലം +1 +2 പഠിച്ചപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് അറിവുണ്ട്. ആ അറിവ് അല്ലെങ്കിൽ ആ ഏരിയാസ് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.